ഹായ് കിഡ്സ്, നമുക്കിന്ന് 3rd സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ 8th ചാപ്റ്ററായ ബന്ദർ ബാൻഡ് മനസ്സിലാക്കാം. ബന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മങ്കി, കുരങ്ങൻ. ബാൻഡ് എന്ന് പറഞ്ഞാൽ ബട്ടുവാര, ഡിവൈഡ്, ഭാഗിച്ചു കൊടുക്കൽ, കുരങ്ങൻ്റെ ഭാഗിച്ചു കൊടുക്കൽ. യേ ഏക് നാടക് ഹെ, അതായത് ഈ സ്റ്റോറി ഒരു നാടക രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 പൂച്ചകൾ വഴക്ക് കൂടുകയാണ്. മങ്കി അത് മുതലെടുക്കുകയാണ്. ഒരു ആക്ടിംഗ് ആണ് ഈ സ്റ്റോറി. ഓരോരോ നാടകത്തിലും ക്യാരക്ടേഴ്സ് ഉണ്ടാകും. ആ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 പൂച്ചകളായിട്ട് 2 കുട്ടികൾ അഭിനയിക്കുന്നു. ഒരു കുട്ടി ഒരു മങ്കിയായിട്ടും അഭിനയിക്കുന്നു. ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സും വ്യത്യസ്തമാണ്. സ്ഥാൻ, ഖുലി ജഗഹ് യാ കോയി ബഡാ കമര. സ്ഥലം, പ്ലേസ്. ഖുലി ജഗഹ് യാ കോയി ബഡാ കമര, തുറന്ന സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ മുറി. കമര എന്ന് പറഞ്ഞാൽ മുറി, റൂം. പാത്ര, एक बंदर और 2 बिल्लियाँ. 7-8 बरस का लड़का बंदर और 5-6 बरस की लड़कियाँ बिल्ली बन सकती है. പാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടേഴ്സ്, അഭിനയിക്കുന്നവർ. ഏക് ബന്ദർ ഓർ 2 ബില്ലിയ, ഒരു ബന്ദറായിട്ടും 2 ബില്ലികളായിട്ടും, അതായത് ഒരു മങ്കിയായിട്ടും 2 പൂച്ചകളായിട്ടുമാണ് അഭിനയിക്കുന്നത്. 7-8 ബരസ് കാ ലഡ്ക ബന്ദർ, 7-8 വയസ്സുള്ള ഒരു ആൺകുട്ടി ബന്ദറായിട്ടും മങ്കിയായിട്ടും. ഓർ 5-6 ബരസ് കി ലഡ്കിയ, 5-6 വയസ്സുള്ള പെൺകുട്ടികൾ. ബില്ലി ബൻ സക്തി ഹെ, പൂച്ചകളായിട്ടും അഭിനയിക്കാം. ബന്ദർ കെ ലിയെ പോഷാക്, കുരങ്ങിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂംസ്. അതായത് പോഷാക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാടകത്തിൽ അഭിനയിക്കുന്നവരുടെ ഡ്രസ്സസ്, കോസ്റ്റ്യൂംസ്. കുരങ്ങിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂംസ് എന്തൊക്കെയാണ്? പീല ചൂടിദാർ പജാമ, കുർത്ത ഓർ ദുപ്പട്ട, जो कमर में पूंछ से निकाल कर बांधा जा सकता है. मुंह पर लगाने के लिए बंदर का चेहरा जिसमें आंखों और मुंह की जगह छेद हो. പീല ചൂടിദാർ പജാമ, യെല്ലോ കളറിലുള്ള ചുടിദാറും കുർത്തയും, ഓർ ദുപ്പട്ട, ഷോളും. ജോ കമർ മേ പൂഞ്ച് സി നിക്കാൽ കർ ബാന്ധാ ജാ സക്താ ഹെ. കമർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്, പൂഞ്ച് വാല്, ബാന്ധന കെട്ടിവെക്കുക. ജോ കമർ മേ പൂഞ്ച് സി നിക്കാൽ കർ ബാന്ധാ ജാ സക്താ ഹെ എന്ന് പറഞ്ഞാൽ ഷോള് വേസ്റ്റ് ഭാഗത്ത് നിന്ന് വാലായിട്ട് കെട്ടിവെച്ചിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഇതായിരിക്കണം. മൂപ്പർ ലഗാനെ കെ ലിയെ ബന്ദർ കാ ചെഹര, മുഖത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുരങ്ങൻ്റെ മുഖം മൂടി. ജിസ്മേ ആങ്കോ ഓർ മൂക്കി ജഗ ചെയ്ത് ഹോ, അതിൽ കണ്ണിൻ്റെയും വായുടെയും ഭാഗത്ത് ഹോളുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് മങ്കിയുടെ. ബില്ലിയോം കെ ലിയെ പോഷാക്, കാറ്റ്സിനുള്ള കോസ്റ്റ്യൂംസ് എന്തൊക്കെയാണ്? കാലി സഫേദ് സൽവാരെ, കമീസെ, ദുപ്പട്ടെ ജോ കമർ മേ പൂഞ്ച് സി നിക്കാൽ കർ ബാന്ധേ ജാ സക്തേ ഹെ. मुंह पर लगाने के लिए काली सफ़ेद बिल्लियों के चेहरे जिनमें आँखों और मुंह की जगह बड़े छेद हो, जिनसे देखा बोला जा सके. കാലി സഫേദ് സൽവാർ, ബ്ലാക്കും വൈറ്റും കളറിലുള്ള സൽവാറും കമീസയും അതിൻ്റെ ടോപ്പും. ദുപ്പട്ടെ, ഷോളും. ദുപ്പട്ടെ ജോ കമർ മേ പൂഞ്ച് സി നിക്കാൽ കർ ബാന്ധേ ജാ സക്തേ ഹെ. ഈ ഷോള് വേസ്റ്റ് ഭാഗത്ത് നിന്ന് വാല് പോലെ കെട്ടിവെച്ചിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരിക്കണം. മൂപ്പർ ലഗാനെ കെ ലിയെ കാലി സഫേദ് ബില്ലിയോം കെ ചെഹരെ, മുഖത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും കളറിലുള്ള പൂച്ചകളുടെ മുഖം മൂടി. ജിന്മേ ആങ്കോ ഓർ മൂക്കി ജഗ ബഡേ ഛേദ് ഹോ, അതിൽ കണ്ണിൻ്റെയും വായുടെയും ഭാഗത്ത് ഹോൾ ഉണ്ടായിരിക്കണം. ജിൻസെ ദേക്കാ ബോലാ ജാ സക്കെ, അതിലൂടെ കാണാനും സംസാരിക്കാനും കഴിയണം. ഇതൊക്കെയാണ് പൂച്ചകളുടെ കോസ്റ്റ്യൂംസ്. സാമാൻ, एक मेज़, एक बड़ा मेज़ पोश या बड़ी चादर, डबल रोटी का एक टुकड़ा, एक छोटी तराजू. സാമാൻ, സാധനങ്ങൾ. സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ഏക് മേസ്, ഒരു ടേബിൾ. ഏക് ബഡാ മേസ് പോഷ്, മേസ് പോഷ് എന്ന് പറഞ്ഞാൽ ടേബിൾ ക്ലോത്ത് അല്ലെങ്കിൽ ടേബിൾ കവർ. യാ ബഡി ചാദർ, അല്ലെങ്കിൽ ഒരു വലിയ ബെഡ്ഷീറ്റ്. ഡബിൾ റോട്ടി കാ ഏക് ടുക്കട, ഡബിൾ റോട്ടി, റോട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി. ഡബിൾ റോട്ടി എന്ന് പറയുന്നത് ബ്രെഡ്, ബ്രെഡിൻ്റെ ഒരു പീസ്. ഏക് ചോട്ടി തരാസു, ഒരു ചെറിയ തരാസു എന്ന് പറഞ്ഞാൽ എന്താണ്? തരാസു എന്ന് പറഞ്ഞാൽ വെയിങ് സ്കെയിൽ, തുലാസ് എന്ന് പറയും. അതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ. പെഹ്ലാ ദൃശ്യ, കോയി കമര, ഫസ്റ്റ് സീൻ. പെഹ്ലാ ദൃശ്യ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സീൻ, നാടകത്തിലെ ഫസ്റ്റ് സീൻ. കോയി കമര, ഏതെങ്കിലും ഒരു മുറി കാണിക്കുകയാണ്. कमरे के बीच में एक मेज़ है,
जिस पर मेज़पोश पड़ा है जो कि आगे से ढका है। मेज़ पर एक रोटी का टुकड़ा है। मेज़ के नीचे एक तराजू रखा है पर दिखाई नहीं देता। कमरे के बीच में एक मेज़ है. ഈ റൂമിൻ്റെ നടുവിലായിട്ട് ഒരു ടേബിളുണ്ട്. ജിസ് പർ മേസ് പോഷ് പടാ ഹെ, അതിന് മുകളിൽ ടേബിൾ ക്ലോത്ത് വിരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ജോക്കി ആകെ സെ ടക്കാ ഹെ, അത് മുൻഭാഗത്തേക്ക് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ടേബിൾ ക്ലോത്ത് കൊണ്ട് ടേബിള് മറച്ചു വെച്ചിരിക്കുകയാണ്, മൂടി വെച്ച്. ഡക്കന എന്ന് പറഞ്ഞാൽ മൂടി വെച്ചിരിക്കുക. മേസ് പർ ഏക് റോട്ടി കാ ടുക്ഡാ ഹെ, ടേബിളിൻ്റെ മുകളിൽ ഒരു റൊട്ടിയുടെ പീസ് ഉണ്ട്. മേസ് കെ നീച്ചെ ഏക് തരാസു രക്കാ ഹെ, ടേബിളിൻ്റെ അടിയിൽ ഒരു തുലാസ് വെച്ചിരിക്കുന്നുണ്ട്, ഒരു വെയിങ് സ്കെയിൽ വെച്ചിരിക്കുന്നുണ്ട്. പർ ദിഖായി നഹി ദേത്ത, പക്ഷേ അത് കാണുകയില്ല. ടേബിളിൻ്റെ മുൻവശം ടേബിൾ ക്ലോത്ത് കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത് കൊണ്ട് തരാസു കാണുകയില്ല. നാടകത്തിൽ പിന്നീട് ആവശ്യമുള്ളത് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ആവശ്യമുള്ള സമയത്താണ് കാണിക്കുന്നത്. म्याऊ म्याऊ की आवाज़ होती है और दाहिनी तरफ से काली बिल्ली और बाई तरफ से सफ़ेद बिल्ली प्रवेश करती है. ഈ ബ്രാക്കറ്റിലുള്ളത് ക്യാരക്ടേഴ്സിൻ്റെ ഓരോരോ ആക്ഷൻസ് ആണ്. മ്യാവു മ്യാവു കി ആവാസ് ഹോത്തി ഹെ, മ്യാവു മ്യാവു എന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. और दाहिनी तरफ से काली बिल्ली और बाई तरफ से सफ़ेद बिल्ली प्रवेश करती है. വലത് ഭാഗത്ത് നിന്ന്, ദാഹിനി തരഫ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്, വലത് ഭാഗം. വലത് ഭാഗത്ത് നിന്ന് ബ്ലാക്ക് ക്യാറ്റും ബായി തരഫ് ലെഫ്റ്റ് സൈഡിൽ നിന്നും ഇടത് ഭാഗത്തിൽ നിന്ന് വൈറ്റ് ക്യാറ്റും പ്രവേശിച്ച് വരികയാണ്. അകത്തേക്ക് റൂമിലേക്ക് കയറി വരികയാണ്. കാലി ബില്ലി, ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? ബില്ലി ബഹൻ നമസ്തേ, ബില്ലി ബഹൻ നമസ്തേ എന്ന് പറയുകയാണ്. സഫേദ് ബില്ലി നമസ്തേ ബഹൻ നമസ്തേ. അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? നമസ്തേ ബഹൻ നമസ്തേ, നമസ്തേ സഹോദരി നമസ്തേ. കാലി ബില്ലി, അപ്പോൾ ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? അച്ചി തോഹോ, അച്ചി തോഹോ എന്ന് പറഞ്ഞാൽ നിനക്ക് സുഖമാണോ? വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? അച്ചി ക്യാ ഹോ ഭൂക്കി ഹോ, എന്ത് സുഖമാണുള്ളത്? എനിക്ക് വിശക്കുന്നുണ്ട്. ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്, എനിക്ക് വിശക്കുന്നുണ്ട്. കാലി ബില്ലി, അപ്പോൾ ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? മേ ബി ഭൂക്കി ഹോം, എനിക്കും വിശക്കുന്നുണ്ട്. സഫേദ് ബില്ലി, വൈറ്റ് ക്യാറ്റ് പറയുകയാണ് ഖാനെ കോ കുച്ച് ഡൂണ്ട് രഹി ഹൂം, കഴിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ തിരയുകയാണ്. ഡൂണ്ടന എന്ന് പറഞ്ഞാൽ തിരയുക, സെർച്ച് കർണ, തിരയുക. കാലി ബില്ലി, ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? ഉസ് ഖോജ് മേ ബി നിക്കലി ഹൂം, അത് തിരഞ്ഞുകൊണ്ടാണ് ഞാനും വന്നിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞുകൊണ്ടാണ് ഞാനും വന്നിരിക്കുന്നത്. ഖോജ് എന്ന് പറഞ്ഞാൽ തിരയുക, കണ്ടെത്തുക. സഫേദ് ബില്ലി, ഇപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? മുജെ മഹക് റോട്ടിക്ക് ആത്തി, എനിക്ക് റൊട്ടിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. മഹക് എന്ന് പറഞ്ഞാൽ ഖുഷ്ബു, സ്മെൽ, നല്ല റൊട്ടിയുടെ നല്ല സ്മെല്ല് എനിക്ക് വരുന്നുണ്ട്. കാലി ബില്ലി, അപ്പോൾ ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? ഹാ മേരി ബി നാക്ക് ബത്താത്തി പാസ് കഹി ഹെ, ആ എൻ്റെയും നാക്ക് ബത്താത്തി, അതായത് മൂക്ക് പറയുന്നുണ്ട്, അതായത് എനിക്കും സ്മെല്ല് അനുഭവപ്പെടുന്നുണ്ട്. പാസ് കഹി ഹെ, ഇവിടെ അടുത്ത് എവിടെയോ ഉണ്ട്, റൊട്ടി ഉണ്ട്. എനിക്കും സ്മെല്ല് അനുഭവപ്പെടുന്നുണ്ട്, ഇവിടെ അടുത്ത് എവിടെയോ റൊട്ടി ഉണ്ട്. സഫേദ് ബില്ലി, അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? റക്കി മേസ് പർ ഹേ വോ റോട്ടി ലപ്കോ കോയി ആ ന ജായേ തോ, റക്കി മേസ് പർ ഹേ വോ റോട്ടി, ടേബിളിൻ്റെ മുകളിൽ റൊട്ടി ഉണ്ട്, വെച്ചിട്ടുണ്ട്. ലപ്കോ ചാടി വീഴട്ടെ, ലപ്പക്ന എന്ന് പറഞ്ഞാൽ ജമ്പ് കരണം, അതായത് ചാടി വീഴുക, റൊട്ടിയുടെ അടുത്തേക്ക് ഞാൻ ചാടി വീഴട്ടെ. കോയി ആ ന ജായേ, ആരും വരികയില്ലല്ലോ. വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? ടേബിളിൻ്റെ മുകളിൽ റൊട്ടി ഉണ്ട്, ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചാടി വീഴട്ടെ, ആരും വരികയില്ലല്ലോ ഇപ്പോൾ. കോയി ആ ന ജായേ തോ, ആരും വരികയില്ലായിരിക്കും. അപ്പോൾ ആരാണ് ആദ്യം കണ്ടത്? വൈറ്റ് ക്യാറ്റ്. റൊട്ടി ആദ്യം കണ്ടത് ആരാണ്? വൈറ്റ് ക്യാറ്റ്. കാലി ബില്ലി, അപ്പോൾ ബ്ലാക്ക് ക്യാറ്റ് വൈറ്റ് ക്യാറ്റിനോട് എന്താണ് പറയുന്നത്? തൂ ഡർ മേ തോ ലേനെ ചലി, നീ പേടിച്ചിരുന്നോ? മേ തോ ലേനെ ചലി, ഞാനത് എടുക്കാൻ പോവുകയാണ്, റൊട്ടി എടുക്കാൻ പോവുകയാണ്. കാലി ബില്ലി ലപ്പക്തി ഹെ और റൊട്ടി ലേക്കർ ഭാഗ്നെ ലഗ്തി ഹെ. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നാടകത്തിലെ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസ് ആണ്. കാലി ബില്ലി ലപ്പക്തി ഹെ, ലപ്പക്ന എന്ന് പറഞ്ഞാൽ ജമ്പ് കർണ, അതായത് ഈ ബ്ലാക്ക് ക്യാറ്റ് റൊട്ടിയുടെ അടുത്തേക്ക് ചാടി വീഴുന്നു, സ്പീഡിൽ മുന്നോട്ട് പോകുന്നു.
റോട്ടി ലേക്കർ ഭാഗിനെ ലിഖ്തി ഹെ. എന്നിട്ട് റോട്ടി എടുത്തിട്ട് ഓടാൻ നോക്കുന്നു. സഫീദ് ബില്ലി. ഇപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? ടെഹർ കഹാ ഭാഗി ജാത്തി ഹെ റോട്ടി ലേക്കർ, റോട്ടി മേരി. ടെഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? റുക് ജാന, നിൽക്ക്. കഹാ ഭാഗി ജാത്തി ഹെ, എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? റോട്ടി ലേക്കർ, റോട്ടി എടുത്തിട്ട് നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? റോട്ടി മേരി, റോട്ടി എൻ്റേതാണ്. കാലി ബില്ലി. ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? റോട്ടി തേരി, കേസെ തേരി, റോട്ടി മേരി. റോട്ടി നിൻ്റേതോ, എങ്ങനെ നിൻ്റേതാകും? റോട്ടി എൻ്റേതാണ്. സഫീദ് ബില്ലി. അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? മേ ന ദേഖാത്തി തോ തു ജാത്തി, ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ നീ പോകുമായിരുന്നു റൊട്ടി എടുക്കാൻ. കാലി ബില്ലി അപ്പോൾ എന്താണ് പറയുന്നത്? ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? അച്ഛാ ക്യാ മേ ഖുദ് ന ദേഖ്തി, ക്യാ മേരി ദോ ആഖേ നഹീ ഹെ. അത് ശരി, എനിക്ക് സ്വന്തക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം. എനിക്ക് സ്വയം കാണാൻ കഴിയില്ലായിരുന്നു. ക്യാ മേരി ദോ ആഖേ നഹീ ഹെ, എന്താ എനിക്ക് രണ്ട് കണ്ണുകളില്ലേ, എനിക്ക് തന്നെ കാണാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ബ്ലാക്ക് ക്യാറ്റ് വൈറ്റ് ക്യാറ്റിനോട് പറയുകയാണ്. ഡർത്തി തീ ഉസ് തക് ജാനെ മേ, ജാ ഡർപോ കഹെങ്കി, ജാ ഭഗ് റോട്ടി മേരി. പേടിച്ചിരിക്കുകയായിരുന്നു അവിടെ വരെ പോകാൻ, റോട്ടിയുടെ അടുത്ത് വരെ പോകാൻ നീ പേടിച്ചിരിക്കുകയായിരുന്നല്ലോ. ജാ ഡർപോ കഹെങ്കി, പോയിക്കോ പേടിച്ചുകൊണ്ടിരിക്കുന്നവളെ. ജാ ഭഗ്, ഓടിപ്പോയിക്കോ. റോട്ടി മേരി, റോട്ടി എൻ്റേതാണ്. സഫേദ് ബില്ലി. അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? റോട്ടി കഹേദേ രഹി മേരി, മേ ലേ ജാനെ തുജെ ന ദൂങ്കി. റോട്ടി എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മേ ലേ ജാനെ തുജെ ന ദൂങ്കി, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ അനുവദിക്കുകയല്ല. കാലി ബില്ലി. അപ്പോൾ ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? ദേഖ് രാസ മേരി ഹട്ട് ജാ, ലേ ജാവുങ്കി തുജെ ന ദൂങ്കി. നോക്ക്, എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. രാഹ് എന്ന് പറഞ്ഞാൽ രാസ്ത, വഴി. എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. ലേ ജാവുങ്കി തുജേന ദൂങ്കി, ഞാൻ കൊണ്ടുപോകും. തുജേന ദൂങ്കി, നിനക്ക് തരില്ല. രാഹ് എന്ന് പറഞ്ഞാൽ വഴി, ഹട്ട്ന മാറുക. എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്, ഞാൻ കൊണ്ടുപോകും, നിനക്ക് തരില്ല. സഫേദ് ബില്ലി. അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? ദേഖൂ കേസെ ലേ ജാത്തി ഹെ, കാണട്ടെ നീ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന്. ജോ പെഹലെ ദേഖി ഹക് ഉസ്കാ ഹെ റോട്ടി പർ, ആരാണോ ആദ്യം കണ്ടത് അവർക്കാണ് അതിൻ്റെ അധികാരം, റോട്ടിയിൽ അവകാശം. അപ്പം ഞാനാണ് ആദ്യം കണ്ടത് എന്നാണ് വൈറ്റ് ക്യാറ്റ് പറയുന്നത്. കാലി ബില്ലി. അപ്പോൾ ബ്ലാക്ക് ക്യാറ്റ് എന്താണ് പറയുന്നത്? പെഹലെ ദൗഡെ, ദൗഡ് കെ ലേ പെഹലെ ഉസ്കാ ഹക്ക് റോട്ടി പർ പെഹല ഹക്ക് മേര. ആരാണോ ആദ്യം ഓടുന്നത്, ഓടിയിട്ട് റോട്ടിയുടെ അടുത്ത് എത്തിയത്, അവർക്കാണ് റോട്ടിയിലെ അവകാശം. അതുകൊണ്ട് റോട്ടിയുടെ അവകാശം എനിക്കാണ്, എൻ്റേതാണ് റോട്ടി എന്ന് ബ്ലാക്ക് ക്യാറ്റ് പറയുന്നു. സഫേദ് ബില്ലി. അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? മേ കഹത്തി ഹൂ റോട്ടി മേരി, ഞാൻ പറയുകയാണ് റോട്ടി എൻ്റേതാണ്. ബ്ലാക്ക് ക്യാറ്റ് എന്താ പറയുന്നത്? മേ കഹത്തി ഹൂ റോട്ടി മേരി. ബ്ലാക്ക് ക്യാറ്റും പറയുകയാണ്, ഞാൻ പറയുകയാണ് റോട്ടി എൻ്റേതാണ്. രണ്ടുപേരും വഴക്കുണ്ടാക്കുകയാണ്. റോട്ടി എൻ്റേതാണ് എന്ന് പറഞ്ഞ് ബ്ലാക്ക് ക്യാറ്റും വൈറ്റ് ക്യാറ്റും വഴക്ക് കൂടുകയാണ്. दोनों जकड़ती है, रोटी मेरी कहकर एक दूसरे पर गुर्राती है. രണ്ടുപേരും വഴക്ക് കൂടുകയാണ്. റോട്ടി എൻ്റേതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഗുർറാന എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ചകൾ ദേഷ്യത്തിലുണ്ടാക്കുന്ന ശബ്ദത്തിനാണ് ഗുർറാന എന്ന് പറയുന്നത്. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക, പൂച്ചകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയാണ്. അപ്പോൾ ബന്ദർ കുരങ്ങനെ അങ്ങോട്ട് പ്രവേശിച്ച് വരുന്നു, റൂമിലേക്ക് കടന്നു വരുന്നു. ബന്ദർ. ക്യോ തും ദോനോ ജഗड़ रही हो, तुम कहती हो रोटी मेरी. सफ़ेद बिल्ली से. तुम कहती हो रोटी मेरी. काली बिल्ली से. रोटी किसकी? मैं इसका फैसला करूँगा. चलो कचहरी, मेरे पीछे पीछे आओ. ബന്ദർ. കുരങ്ങൻ എന്താണ് പറയുന്നത്? ക്യോ തും ദോനോ ജഗड़ रही हो, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? തും കഹത്തി ഹോ റോട്ടി മേരി. സഫേദ് ബില്ലീസ് വൈറ്റ് ക്യാറ്റിനോട് ചോദിക്കുകയാണ്, നീ പറയുന്നു റോട്ടി എൻ്റേതാണെന്ന്. തും കഹത്തി ഹോ റോട്ടി മേരി. കാലി ബില്ലീസ് ബ്ലാക്ക് ക്യാറ്റിൻ്റെ നേരെ നോക്കിയിട്ട് പറയുകയാണ്, നീയും പറയുന്നു റോട്ടി എൻ്റേതാണെന്ന്. റോട്ടി കിസ്കി, റോട്ടി ആരുടേതാണ്? മേ ഇസ്കാ ഫൈസല കरूँगा, ഞാനിതിനൊരു തീരുമാനമുണ്ടാക്കും. ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനം.
ഫൈസ്ല എന്ന് പറഞ്ഞാൽ കിസി വിഷയ യാ ചീസ് കെ ബാരെ മേ അന്തിമ നിർണയ ലേന, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിന് അന്തിമ തീരുമാനം എടുക്കുക, ഡിസിഷൻ എടുക്കുക. ചലോ കച്ചേരി, കച്ചേരി എന്ന് പറഞ്ഞാൽ എന്താണ്? കോർട്ട്, അദാലത്ത്, കോടതി. കോടതിയിലേക്ക് നടക്ക്. മേരെ പീച്ചെ പീച്ചെ ആവോ, എൻ്റെ പുറകിൽ വന്നോളൂ. बंदर दोनों से छीनकर रोटी अपने हाथ में लेकर चलता है, दोनों बिल्लियाँ पीछे पीछे जाती है. അപ്പോൾ ബന്ദർ മങ്കി എന്താണ് ചെയ്യുന്നത്? രണ്ട് പേരോട് റോട്ടി പിടിച്ചു വാങ്ങിയിട്ട്, ചീനിക്കർ എന്ന് പറഞ്ഞാൽ തട്ടിയെടുത്തിട്ട്, അപ്പനെ ഹാത്മേ ലേക്കർ ചലത്തായ തൻ്റെ കയ്യിൽ വെച്ചിട്ട് നടന്നു പോകുന്നു. ദോനോ ബില്ലിയ പീച്ചെ പീച്ചെ ജാത്തി ഹെ, രണ്ട് പൂച്ചകളും ഈ മങ്കിയുടെ പുറകിൽ പോകുന്നു. ദൂസര ദൃശ്യം ബന്ദർ കി കചേരി. സെക്കൻഡ് സീൻ എന്താണ്? രണ്ടാമത്തെ സീന് ബന്ദർ കി കചേരി, കുരങ്ങൻ്റെ കോടതി. बंदर मेज़ पर बैठा है, रोटी का टुकड़ा सामने रखा है, दोनों बिल्लियाँ मेज़ के सामने इधर उधर खड़ी है. ബന്ദർ മേസ് പർ ബേട്ടാ ഹെ, മങ്കി ടേബിളിന് മുകളിൽ ഇരിക്കുകയാണ്. റോട്ടി കാ ടുക്കുട സാമനെ രക്കാ ഹെ, മുന്നിൽ റോട്ടിയുടെ പീസ് വെച്ചിട്ടുണ്ട്. ദോനോ ബില്ലിയ മേസ് കെ സാമനെ ഇധർ ഉധർ ഖടി ഹെ, രണ്ട് പൂച്ചകളും മേസ് ടേബിളിൻ്റെ അടുത്ത് അവിടെ ഇവിടെയായിട്ട് നിൽക്കുകയാണ്. ബന്ദർ സഫേദ് ബില്ലീസ്, അപ്പോൾ കുരങ്ങന് വൈറ്റ് ക്യാറ്റിനോട് ചോദിക്കുകയാണ്. ബോലോ തുംകോ ക്യാ കഹനാ ഹെ, പറയൂ നിനക്ക് എന്താണ് പറയാനുള്ളത്? സഫേദ് ബില്ലി, അപ്പോൾ വൈറ്റ് ക്യാറ്റ് എന്താണ് പറയുന്നത്? ശ്രീമാൻ പഹലെ മേനെ ഹി റോട്ടി ദേഖി थी, इससे रोटी पर पूरा हक मेरा बनता है. ശ്രീമാൻ, റെസ്പെക്റ്റഡ് സർ, പഹലെ മേനെ ഹി റോട്ടി ദേഖി थी, ആദ്യം ഞാനാണ് റോട്ടി കണ്ടത്. इससे रोटी पर पूरा हक मेरा बनता है, അതുകൊണ്ട് ഈ റോട്ടിയുടെ മുഴുവൻ അവകാശവും എനിക്കാണുള്ളത്. ബന്ദർ കാലി ബില്ലീസെ, മങ്കി ബ്ലാക്ക് കാറ്റിനോട് ചോദിക്കുകയാണ്. ബോലോ തുംകോ ക്യാ കഹനാ ഹെ, പറയൂ നിനക്ക് എന്താണ് പറയാനുള്ളത്? കാലി ബില്ലി, അപ്പോൾ ബ്ലാക്ക് കാറ്റ് എന്താണ് പറയുന്നത്? ശ്രീമാൻ പഹലെ മേ ജപ്ടി ദി റോട്ടി ലേനെ, ഇസ്സെ മേ റോട്ടി പർ മേരാ ഹക്ക് പൂരാ ബനത്താ ഹെ. റെസ്പെക്റ്റഡ് സാർ, ആദ്യം ഞാനാണ് റോട്ടിയുടെ അടുത്തേക്ക് ചാടി വീണത്. ഇസ്സെ, അതുകൊണ്ട് റോട്ടിയിൽ മുഴുവൻ അവകാശവും എനിക്കാണുള്ളത്. ബന്ദർ സഫേദ് ബില്ലീസെ, അപ്പോൾ മങ്കി വൈറ്റ് കാറ്റിനോട് ചോദിക്കുകയാണ്. ഏക് ആങ്ക് സെ ദേഖി തീ യാ ദോ ആങ്കോ സെ, ഒരു കണ്ണുകൊണ്ടാണോ കണ്ടത് അല്ലെങ്കിൽ രണ്ട് കണ്ണുകൾ കൊണ്ടും കണ്ടോ? വൈറ്റ് കാറ്റ് പറയുകയാണ്. ദോ ആങ്കോ സെ, ദോനോ ആങ്കോ സെ, രണ്ട് കണ്ണുകൊണ്ടും, രണ്ട് കണ്ണുകൾ കൊണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ബന്ദർ കാലി ബില്ലീസെ, മങ്കി ബ്ലാക്ക് കാറ്റിനോട് ചോദിക്കുകയാണ്. ഏക് ടാങ് സെ ജപ്ടി തീ യാ ദോനോ ടാങ്കോ സെ, ഒരു കാല് കൊണ്ടാണോ ചാടിയത് അല്ലെങ്കിൽ രണ്ട് കാലുകൾ കൊണ്ടും ചാടിയോ? ടാങ്ക് എന്ന് പറഞ്ഞാൽ കാല്. കാലി ബില്ലി, അപ്പോൾ ബ്ലാക്ക് കാറ്റ് എന്താണ് പറയുന്നത്? ദോ ടാങ്കോ സെ, ദോനോ ടാങ്കോ സെ, രണ്ട് കാലുകൊണ്ടും, രണ്ട് കാലുകൾ കൊണ്ടും ഞാൻ ചാടി വീണിരുന്നു. ബന്ദർ, അപ്പോൾ മങ്കി പറയുകയാണ്. തും ദോനോ കാ ദ ഗവാ ബി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരെങ്കിലും സാക്ഷികളായിട്ടുണ്ടോ? ഗവ എന്ന് പറഞ്ഞാൽ സാക്ഷി. ഇതൊക്കെ കേട്ടപ്പോൾ രണ്ട് പൂച്ചകളും വിചാരിച്ചു ബന്ദർ ശരിക്കും ഇവർക്കൊരു നല്ലൊരു ഡിസിഷൻ ചെയ്ത് കൊടുക്കുമെന്നാണ് രണ്ട് പൂച്ചകളും കരുതിയിരുന്നത്. ദോനോ ബില്ലിയ കഹി ന കോയി, കോയി ന കഹി, ആരുമില്ലായിരുന്നു, ആരും സാക്ഷികളായി ഉണ്ടായിരുന്നില്ല. ബന്ദർ, മങ്കി എന്താണ് പറയുന്നത്? बात बराबर, मेरा फैसला है कि रोटी तोड़ तोड़ कर तुम्हें बराबर दे दी जाए, मेरे पास धर्म कांटा है. बात बराबर, എല്ലാം ഞാൻ സമമായിട്ട് ചെയ്യും. മേരാ ഫൈസ്ല ഹെ കി റോട്ടി തോട് തോട് കർ തുമേ ബരാബർ ദേ ദി ജായേ, എൻ്റെ തീരുമാനം ഇതാണ്, റോട്ടി മുറിച്ചെടുത്തിട്ട് രണ്ടു പേർക്കും ഭാഗികമായിട്ട് സമമായിട്ട് വീതിച്ചു തരും. മേരെ പാസ് ധരം കാണ്ട ഹെ, എൻ്റെ അടുത്ത് ധരം കാണ്ട എന്ന് പറഞ്ഞാൽ തുലാസ്, വെയിങ് സ്കെയിൽ, അത് ഉണ്ട്. ധരം കാണ്ട എന്ന് പറയുന്നത് പഴയ കാലത്തെ വെയിങ് സ്കെയിൽ, തുലാസ്. ഇപ്പോഴൊക്കെ ഡിജിറ്റലായിട്ടുള്ള വെയിങ് സ്കെയിലാണ് ഉള്ളത്. बंदर मेज के नीचे से तराजू निकाल कर लाता है, दो हिस्सों में तोड़कर दोनों पलड़ों पर रखता है और उठाता है. एक पलड़ा नीचे रहता है, दूसरा ऊपर.
മങ്കി എന്താണ് ചെയ്യുന്നത്? മേസ് കെ നീച്ചെ സെ തരാസു നിക്കാൽ കർ ലാത്താ ഹെ. ടേബിളിൻ്റെ അടിയിൽ നിന്ന് തുലാസ് എടുത്തുകൊണ്ട് വരുന്നു. അവിടെ ടേബിൾ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ ഈ വെയിങ് സ്കെയിൽ, അത് എടുത്തുകൊണ്ട് വരുന്നു. ദോ ഹിസ്സോമേ തോഡ്കർ ദോനോ പൽഡോ പർ രഖ്താ ഹെ. പൽഡ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിങ് സ്കെയിലിൻ്റെ വെയിറ്റ് വയ്ക്കുന്ന ഭാഗം, സാധനങ്ങൾ വയ്ക്കുന്ന ഭാഗം. റൊട്ടി രണ്ടായിട്ട് മുറിച്ചിട്ട് രണ്ട് ഭാഗത്തുമായിട്ട് വെക്കുന്നു. ഓർ ഉഠാത്താ ഹെ, എന്നിട്ട് വെയിങ് സ്കെയിൽ ഉയർത്തുന്നു. ഏക് പൽഡ നീച്ചെ രഹത്താ ഹെ ദൂസര ഊപ്പർ. വെയിങ് സ്കെയിലിൻ്റെ ഒരു ഭാഗം താഴെയായിട്ടും നിൽക്കുന്നു, ഒരു ഭാഗം മുകളിലായിട്ടും നിൽക്കുന്നു. बंदर, यह टुकड़ा कुछ भारी निकला, इसमें से थोड़ा खाकर हल्का कर दो. അപ്പോൾ താഴെയായിട്ട് നിൽക്കുന്ന പീസ് എടുത്തിട്ട് ബന്ദർ പറയുകയാണ്, മങ്കി പറയുകയാണ്, ഈ ടുക്കുട, ഈ പീസ് കുറച്ച് വെയിറ്റ് കൂടുതലാണ്, ഭാരിയാണ്, വെയിറ്റ് കൂടുതലാണ്. ഇസ്മേസി തോട ഖാക്കർ ഹൽക്ക കരുതു. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കഴിച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കട്ടെ, ഇതിനെ ഹൽക്ക ആക്കട്ടെ, ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കട്ടെ. फिर तराजू उठाता है. अब पहला पलड़ा ऊपर है और दूसरा नीचे. പിന്നീടും ഈ വെയിങ് സ്കെയിൽ ഉയർത്തുമ്പോൾ ആദ്യത്തെ ഭാഗം മുകളിലോട്ടും രണ്ടാമത്തെ ഭാഗം താഴോട്ടുമായി മാറുന്നു. ബന്ദർ, മങ്കി എന്താണ് ചെയ്യുന്നത്? അബ് ഈ ടുക്കട ഭാരി നിൽക്കില്ല. മങ്കി എന്താണ് പറയുന്നത്? ഇപ്പോൾ ഈ പീസ് ഇനി വെയിറ്റ് കൂടുതലാണ്. അബ് ഇസ്കോ തോടാ ഖാക്കർ ഹൽക്ക കരുതോ. ഈ പീസ് കുറച്ച് കഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഭാരം കുറയ്ക്കട്ടെ. फिर तराजू उठाता है. अब पहला पलड़ा नीचे हो गया और दूसरा ऊपर. വീണ്ടും വെയിങ് സ്കെയിൽ ഉയർത്തുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗം താഴോട്ടായി മാറുന്നു, രണ്ടാമത്തെ ഭാഗം മുകളിലോട്ടും. ബന്ദർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. बंदर, अब ये टुकड़ा भारी निकला, टुकड़े भी कितने खोटे हैं, एक दूसरे को छोटा दिखलाने में ही लगे हुए हैं. मुंह थक गया बराबर करते करते और तराजू उठा उठाकर हाथ थक गया. ബന്ദർ, ഇപ്പോൾ മങ്കി എന്താണ് പറയുന്നത്? അബ് യേ ടുക്കട ഭാരി നിക്കല. ഇപ്പോൾ ഈ പീസിൻ്റെ വെയിറ്റ് കൂടുതലാണ്. ഇവിടെ മങ്കി തൻ്റെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പീസസിനും വെയിറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് റൊട്ടി കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടുക്കടേ ബി കിത്തനെ ഖോട്ടേ ഹേ. റൊട്ടിയുടെ പീസസും എത്ര ചിത്തയാണ്, എത്ര ദോഷമുള്ളതാണ്. ഏക് ദൂസറേക്കോ ചോട്ടാ ദിഖ്ലാനെ മെഹി ലഗേ ഹുവേ. ഒന്നൊന്നിനെ ചെറുതാക്കി കാണിച്ചു കൊണ്ടേയിരിക്കുന്നു. മുഹ് തക് ഗയ ബരാബർ കർത്തെ കർത്തെ ഓർ തരാജു ഉട്ടാ ഉട്ടാക്കർ ഹാത്ത് തക് ഗയ. വായ ക്ഷീണിച്ചു. ഇതിനെ കഴിച്ച് ഇതിനെ സമമാക്കി മാറ്റി മാറ്റി എൻ്റെ വായയും ക്ഷീണിച്ചു. ഓർ തരാജു ഉട്ടാ ഉട്ടാക്കർ ഹാത്ത് തക് ഗയ. ഈ വെയിങ് സ്കെയിൽ ഉയർത്തി ഉയർത്തി എൻ്റെ കൈയും ക്ഷീണിച്ചു. ഇവിടെ മങ്കി ഈ പൂച്ചകളെ വിഡ്ഢികളാക്കുകയായിരുന്നു, റൊട്ടി കഴിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? बिल्लियों को बंदर की चालाकी का पता चल गया. हाथ मलती हुई बड़ी उदासी से एक दूसरे को देखते हुए. ഇവിടെ ബില്ലിയോങ്കോ, പൂച്ചകൾക്ക് ഈ മങ്കിയുടെ സാമർത്ഥ്യം മനസ്സിലായി, മങ്കിയുടെ ട്രിക്കൊക്കെ മനസ്സിലായി. ഹാത്ത് മൽത്തി ഹുയി ബഡി ഉദാസി സെ ഏക് ദൂസരെ കോ ദേഖ്തേ ഹുവേ. ഹാത്ത് മൽന എന്ന് പറഞ്ഞാൽ ഒരു മുഹാവരയാണ്, ഹിന്ദിയിലെ ഒരു ഭാഷാ ശൈലിയാണ്. കിയേ ഹുവേ കാം പർ പച്താന, അതാണ് അതിൻ്റെ അർത്ഥം. കിയേ ഹുവേ കാം പർ പച്താന, ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് പൂച്ചകൾക്ക് തോന്നി. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ തന്നെ ഭാഗിച്ച് കഴിക്കേണ്ടതായിരുന്നു, ഇവിടെ ബന്ദറിനോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പൂച്ചകൾക്ക് തോന്നി. ബഡി ഉദാസി സെ ഏക് ദൂസരേക്കോ ദേഖ്തേ ഹുവേ, എന്നിട്ട് നല്ല സങ്കടത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട്. സഫേദ് ബില്ലി, വൈറ്റ് ബില്ലി പറയുകയാണ്, ആപ് തക് ഗയേ അബ് ന ഉഠായേ ഔർ തരാസു. നിങ്ങൾ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഈ തുലാസ് ഉയർത്തണ്ട, വെയിങ് സ്കെയിൽ ഉയർത്തണ്ട. കാലി ബില്ലി, ബ്ലാക്ക് കാറ്റ് പറഞ്ഞു, ബച്ചാ കുച്ച ജോ ഉസ്കോ ദേ ദേ ഹം ആപ്പസ് മേ ബാണ്ട് ഖായെങ്കെ. ബാക്കിയുള്ള, ബച്ചാ കുച്ച എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവ ഞങ്ങൾക്ക് തന്നോളൂ, ഞങ്ങൾ തമ്മിൽ വീതിച്ച് കഴിച്ചോളാം, ഭാഗിച്ച് കഴിച്ചോളാം. ബന്ദർ, അപ്പോൾ മങ്കി എന്താണ് പറയുന്നത്? नहीं नहीं, तुम फिर झगड़ोगी, मैं झगड़े की जड़ को ही काटे देता हूँ, बचा कुचा भी खा लेता हूँ. नहीं नहीं, तुम फिर झगड़ोगी, ഇല്ല ഇല്ല, നിങ്ങൾ വീണ്ടും വഴക്കുണ്ടാക്കും.
മേ ജഗഡേക്ക് ജഡ് കോ ഹി കാട്ടേ ദേത്താഹോ, ഞാൻ ഈ വഴക്കിൻ്റെ വേരിനെ തന്നെ ഇല്ലാതാക്കും, അതായത് വഴക്ക് ഞാൻ മുഴുവനായിട്ട് ഇല്ലാതാക്കും എന്ന് മങ്കി പൂച്ചകളോട് പറയുകയാണ്. ബച്ചാ കുച്ചാ ഭി ഖാ ലേത്താ ഹൂം, ബാക്കിയുള്ളവ കൂടി ഞാൻ കഴിക്കുകയാണ്. ഇത്തന കഹക്കർ ബച്ചി കുച്ചി റോട്ടി ഭി ബന്ദർ ഖാ ജാത്താ ഹൈ. ഇത്തന കഹക്കർ ബച്ചി കുച്ചി റോട്ടി ഭി ബന്ദർ ഖാ ജാത്താ ഹൈ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള റോട്ടിയുടെ പീസസ് കൂടെ ബന്ദർ കഴിക്കുന്നു, മങ്കി കഴിച്ചു കളയുന്നു. ഓർ തരാസു ലേക്കർ ഭാഗ് ജാത്താ ഹൈ, എന്നിട്ട് തുലാസ് എടുത്തിട്ട് ഓടിപ്പോകുന്നു. വെയിങ് സ്കെയിലും കൊണ്ട് ബന്ദർ ഓടിപ്പോകുന്നു. ദോനോ ബില്ലിയ आपस में झगड़ा कर बैठी, बुद्धि अपनी खोटी, अब पछताने से क्या होता, बंदर हड़पा रोटी. ദോനോ ബില്ലിയ, രണ്ട് പൂച്ചകളും, രണ്ട് കാറ്റ്സും എന്താണ് പറയുന്നത്? ആപ്പസ് മേ ജഗഡാ കർ ബേട്ടി, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിരുന്നു. ബുദ്ധി അപ്നി കോട്ടി, നമ്മുടെ ബുദ്ധി ക്ഷയിച്ചു പോയിരുന്നു, നമ്മൾ വിഡ്ഢികളായിരുന്നു. പച്താനെ സെ ക്യാ ഹോത്ത, ഇനി പശ്ചാത്തപിച്ചിട്ട് എന്താണ് കാര്യം? ബന്ദർ ഹഡ്പാ റോട്ടി, ബന്ദർ റോട്ടി ചീൻകർ ലേ ഗയ, മങ്കി നമ്മുടെ റോട്ടിയും തട്ടിയെടുത്തിട്ട് പോയി. ഇതാരാണ് എഴുതിയത്? സ്റ്റോറി ഹരിവംശ റായ് ബച്ചൻ. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഷെയറിങ് കർണ അച്ചി ബാത് ഹെ, ആപ്പസ് മേ ലഡ്ന നഹി ചാഹിയെ ബാണ്ട്ന ഹെ, അതായത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്നതും എല്ലാം നല്ല കാര്യമാണ്. നമ്മൾ തമ്മിൽ വഴക്ക് കൂടാൻ പാടില്ല. നമ്മൾ ഭാഗിച്ച് കഴിക്കണം. അങ്ങനെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഭാഗിച്ച് കഴിക്കണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ വേർഡ് മീനിങ്സ് നോക്കാം. ബന്ദർ ബാൺ, ബന്ദർ കാ ബട്ടുവാര, അതായത് കുരങ്ങൻ്റെ വീതം വയ്ക്കൽ, ഭാഗിച്ചു കൊടുക്കൽ. മഹക് ഖുഷ്ബു, സുഗന്ധ് അതായത് സ്മെൽ. രാഹ് രാസ്ത വഴി. ഫൈസല നിർണയ് തീരുമാനമെടുക്കുക. കച്ഹരി ന്യായാലയ് അതായത് കോർട്ട് കോടതി. ഗവാ സാക്ഷി, പാത്ര ഭൂമിക നിഭാനെ വാല അഭിനയിക്കുന്ന ആളുകൾ, ക്യാരക്ടേഴ്സ്. സംവാദ് പാത്ര ദ്വാര ബോലെ ജാനെ വാലെ വാക്യ, ക്യാരക്ടേഴ്സ് പറയുന്ന വാക്യങ്ങൾ. മേസ് പോഷ്, മേസ് പർ ബിച്ചാനെ വാല കപ്പട, ടേബിൾ ക്ലോത്ത് അല്ലെങ്കിൽ ടേബിൾ കവർ. ലപക്ന ഉച്ചൽക്കർ പകടന, ജമ്പ് ചെയ്തെടുക്കുക, ചാടി വീണ് എടുക്കുക. ഹഡപ്ന ചീൻ ലേന, അതായത് തട്ടിയെടുക്കുക. ഖോട്ട ഖരാബ് ചീത്ത. പ്രവേശ് ദാഖിൽ ഹോന, അന്തരാന അകത്തേക്ക് പ്രവേശിക്കുക. ഗവാ സാക്ഷി, പൽഡ തരാജു കാ ലടക്നെ വാല ഭാഗ്, വെയിങ് സ്കെയിലിൻ്റെ തൂങ്ങിക്കിടക്കുന്ന ഭാഗം. മഹക് ഖുഷ്ബു, സുഗന്ധ് അതായത് സ്മെൽ. ഖോജ് കുച്ച് ഡൂണ്ട്ന, എന്തെങ്കിലും കണ്ടെത്തുക. ദൃശ്യ നസാര കാഴ്ച. ഹക്ക് അധികാരം അല്ലെങ്കിൽ അവകാശം. ബുദ്ധി അക്കൽ അതായത് ബുദ്ധി. ദാഹിനി സീതി തരഫ് റൈറ്റ് സൈഡ് വലതുഭാഗം. സ്ഥാൻ ജഗ സ്ഥാനം. ധരംകാണ്ട തരാജു വെയിങ് സ്കെയിൽ. ഹാത്ത് മൽന, ഇതൊരു മുഹാവരയാണ്, ഹിന്ദിയിലെ ഒരു ഭാഷാ ശൈലിയാണ്. കിയേ ഹുവേ കാം പർ പച്താന, ചെയ്തു പോയ കാര്യം ആലോചിച്ചിട്ട് പശ്ചാത്തപിക്കുക.